ഉപതെരഞ്ഞെടുപ്പിന് കളം പിടിക്കാൻ കച്ചുകെട്ടിയിറങ്ങിയ BJPക്കും കോൺഗ്രസിനും ശക്തമായ മറുപടിയാണ് CPM കാത്തുവച്ചത്. വടകരയിലും ആലത്തൂരിലും 2 MLAമാർ വിജയിച്ചു കയറിയതോടെ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായി. വയനാട് രാഹുൽ ഗാന്ധി ഒഴിയുമെന്ന് ആദ്യമേ വിവരം ലഭിച്ചിരുന്നതിനാൽ വയനാട്ടിലും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായിരുന്നു. 6 മാസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ കച്ചമുറുക്കുന്ന മുന്നണികൾ രണ്ടും കൽപ്പിച്ചാണ് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് BJP കരുത്തയായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ തന്നെ കളത്തിലിറക്കാൻ തീരുമാനിച്ചത്. യുവാക്കളുടെ പൾസ് അറിയുന്ന ചോരത്തിളപ്പുള്ള ഒരു യുവ നേതാവിനെ കളത്തിലിറക്കി ശോഭയെ വെട്ടാൻ കോൺഗ്രസും തയ്യാറെടുക്കുമ്പോൾ ഒട്ടും പുറകിലാവരുത് തങ്ങളുടെ സ്ഥാനാർത്ഥിയെന്ന് CPMും നിശ്ചയിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണനാ പട്ടിക തയ്യാറാക്കാനൊന്നും മുതിരാതെ തന്നെ എതിരാളികളില്ലാത്ത ഒരു നേതാവിനെ കളത്തിലിറക്കാൻ CPM തീരുമാനിച്ചതും ഇതുകൊണ്ട് തന്നെയാണ്. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPMന്റെ സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങുക AV ഗോപിനാഥ് ആയിരിക്കും. CPMന്റെ ഈ ചുവടുമാറ്റം കോൺഗ്രസിന് കടുത്ത പ്രഹരമായിരിക്കും സമ്മാനിക്കുക. 43 വർഷം കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായി പെരിങ്ങോട്ടുകുറിശ്ശിയെ നിലനിർത്തിയ നേതാവാണ് AV ഗോപിനാഥ്. പിണറായി സർക്കാർ നടത്തിയ നവകേരള സദസ് യാത്രയിൽ പങ്കെടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട കാര്യം വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് എന്നാണ് അന്ന് അദ്ദേഹം പ്രതികരിച്ചത്. മാത്രമല്ല 2021 പാർട്ടിയിൽ നിന്നും രാജിവെച്ച തന്നെ എങ്ങനെ പുറത്താക്കുമെന്ന് കോൺഗ്രസ് ആണ് പറയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ താൻ കോൺഗ്രസ് അനുഭാവി മാത്രമാണെന്നുമായിരുന്നു ഗോപിനാഥിന്റെ പ്രതികരണം. DCC അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ട ഭിന്നതയെ തുടർന്നാണ് AV ഗോപിനാഥ് കോൺഗ്രസ് വിട്ടത്. കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ താൻ തടസ്സക്കാരനാണോ എന്ന് സംശയമുള്ളതിനാലാണ് പാർട്ടിയുടെ പ്രാഥമികാംഗത്വം രാജിവെക്കുന്നതെന്നും ഹൈക്കമാൻഡ് തീരുമാനത്തോട് വിയോജിക്കുന്നില്ല എന്നും ഗോപിനാഥ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഹൃദയത്തിൽ നിന്ന് ഇറക്കിവെക്കാൻ സമയമെടുക്കുമെന്നും സാഹചര്യങ്ങൾ പഠിച്ച ശേഷം ഭാവി നടപടികൾ തീരുമാനിക്കുമെന്നും ആരുടെയും അടുക്കളയിൽ എച്ചിൽ നൽകാൻ പോകില്ല എന്നുമായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് നവകേരള സദസ് യാത്രയിൽ അദ്ദേഹം പങ്കെടുക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്തത് കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കി. രാഷ്ട്രീയത്തിനുമപ്പുറം വികസനം ലക്ഷ്യമാക്കിയാണ് നവകേരള സദസ്സ് നടക്കുന്നതെന്നും നാടിന്റെ വികസനത്തിനായി രാഷ്ട്രീയം നോക്കാതെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുമായിരുന്നു AV ഗോപിനാഥിന്റെ പ്രതികരണം. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആലത്തൂർ LDF സ്ഥാനാർത്ഥിയായ K രാധാകൃഷ്ണന് പിന്തുണ നൽകിയതും ചർച്ചയായി. കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച ആലത്തൂർ MPക്ക് 25 കോടി രൂപ കിട്ടിയിട്ടും 1 ലക്ഷം പോലും പെരിങ്ങോട്ടുകുറിശ്ശിക്ക് നൽകിയില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് MP ആയ രമ്യ ഹരിദാസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. K കരുണാകരന്റെ കാലത്തിന് ശേഷം പഞ്ചായത്തിന് ഇത്രത്തോളം പുരോഗതി കണ്ടത് പിണറായിയുടെ കാലത്ത് മാത്രമാണെന്നും അദ്ദേഹത്തോട് ഈ പഞ്ചായത്തിന് നെറുകേട് കാണിക്കാൻ സാധിക്കില്ല എന്നതുമായിരുന്നു അദ്ദേഹം പറഞ്ഞ കോൺഗ്രസിനെ ചൊടിപ്പിച്ച മറ്റു വാക്കുകൾ. ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച നേതാവാണ് AV ഗോപിനാഥ്. അദ്ദേഹം CPMന്റെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അത് മത്സരം കടുപ്പിക്കും. എവിടെയെല്ലാം മത്സരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം BJPക്ക് അടിത്തറ പാകിയ ശോഭാ സുരേന്ദ്രൻ കൂടി കളത്തിലിറങ്ങുമ്പോൾ മത്സരം ത്രികോണ പോരാട്ടത്തിലേക്ക് ചുവടുവെക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിന്റെ യുവ നേതാവും കോൺഗ്രസിലെ മുതിർന്ന നേതാവും മുൻ MLAയും തമ്മിൽ പരസ്പരം കൊമ്പുകോർക്കുന്നു എന്ന വലിയ കൗതുകവും പാലക്കാട് പോരാട്ടത്തിനുണ്ട്. കോൺഗ്രസിന് മുന്നിൽ CPM വെച്ചിരിക്കുന്ന ചെക്ക് തന്നെയാണ് AV ഗോപിനാഥ്.